അടുത്ത സെഷനിലേക്ക് പോവാം. സ്റ്റാക്ക് ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ ആണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലെ മേജർ കണ്ടന്റ്സ്, വാട്ട് ഈസ് സ്റ്റാക്ക്, സ്റ്റാക്ക് ഇംപ്ലിമെന്റേഷൻ യൂസിങ് എറേസ്, സ്റ്റാക്ക് എങ്ങനെ ഒരു എറേ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം, സ്റ്റാക്ക് ഓപ്പറേഷൻസ്, രണ്ട് സ്റ്റാക്ക് ഓപ്പറേഷൻസ് ആണുള്ളത്, പുഷും പോപ്പും, പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്ക്, ഇത്രയുമാണ് കവർ ചെയ്യുന്നത്. So, these are the real life examples of stack. Stack എന്ന് പറഞ്ഞാൽ ഒന്നിനു മേലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. പ്ലേറ്റ്സ് ഒന്നിനു മേലെ അറേഞ്ച് ചെയ്യുന്നു, ബുക്സ് ഒന്നിനു മേലെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യുന്നു, ദെൻ ഇഡ്ലി ഉണ്ടാക്കുന്ന ആ ഒരു ഡിഷ് പോട്ട് ഒന്നിനു മേലെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യുന്നു. So these are the real life examples of stack. ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയായിരിക്കും? നോർമലി നമ്മൾ ബുക്സ് ഒന്നിനു മേലെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും മേലത്തെ ബുക്കാണ് ആദ്യം റെഫറൻസിന് എടുക്കുക. അല്ലെങ്കിൽ പ്ലേറ്റ്സ് ഒന്നിനു മേലെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുക ഏത് പ്ലേറ്റ് ആയിരിക്കും? ഏറ്റവും മേലത്തെ പ്ലേറ്റ്. ഇനി പുതിയൊരു പ്ലേറ്റ് അതിലോട്ട് വയ്ക്കുമ്പോഴും എവിടെയായിരിക്കും വയ്ക്കുക? ഏറ്റവും മുകളിലായിട്ടാണ് പുതിയ പ്ലേറ്റ് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. സോ ഇങ്ങനെ ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷനിലേക്ക് പുതിയത് നമ്മൾ ലോഡ് ചെയ്ത് പോകുന്നതും ടോപ്പിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് വിഡ്രോ ചെയ്യുന്നതുമായ ഒരു ഡേറ്റ സ്ട്രക്ചറിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. Stack, its definition. The data structure that follows LIFO principle is known as stack. LIFO എന്ന് പറഞ്ഞാൽ last in first out. LIFO principle follow ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. അതായത് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത വാല്യൂനെയോ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത ഒരു പ്രോസസ്സിനെയോ ഫസ്റ്റ് ഔട്ട്പുട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, ഈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറിനെയാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ വിച്ച് all insertions and deletions are made at one end called top. നേരത്തെ പറഞ്ഞ പോലെ ബുക്സ് ഒന്നിന്റെ മേലെ ഒന്നായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. എപ്പോഴും പുതിയ ബുക്ക് നമ്മൾ പ്ലേസ് ചെയ്യാൻ മേലെയാണ്. അതേപോലെ അതിൽ നിന്നൊരു ബുക്ക് എടുക്കുമ്പോൾ മേലിൽ നിന്നാണ് ഫസ്റ്റ് ബുക്ക് എടുക്കുന്നത്. അതേപോലെ സ്റ്റാക്കിന്റെ കേസിൽ ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ സ്ട്രിങ് ആകാം, ക്യാരക്ടേഴ്സ് ആകാം, ഇങ്ങനെ കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ്. ഇതിലെ ഇൻസേർഷനും ഡെലീഷനും ഒരു എൻഡിൽ നിന്ന് മാത്രമേ പറ്റുള്ളൂ. ആ ഇൻസേർഷനും ഡെലീഷനും നടക്കുന്ന എൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോപ്പ് എന്ന് പറയുന്നത്. Since it follows the LIFO principle, the element added at last will be removed from the stack first. ഈ സ്റ്റാക്ക് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ഈ ഡേറ്റ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ LIFO പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം ആഡ് ചെയ്ത എലമെന്റ് ആണ് ആദ്യം സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യുക. നമുക്ക് ഒരു സ്റ്റാക്കിലോട്ട് പുതിയ എലമെന്റ് ആഡ് ചെയ്യണമെങ്കിലോ അതിൽ നിന്ന് ഒരു എലമെന്റ് റിമൂവ് ചെയ്യണമെങ്കിലോ ഒരു എൻഡിൽ നിന്നേ പറ്റുള്ളൂ. ആ എൻഡ് ആണ് എന്ത്? ടോപ്പ് എന്ന് പറയുന്നത്. A stack implemented by an array. സ്റ്റാക്കിനെ array വെച്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നാണ് ഇവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാക്ക് ഒരു array വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ arrayയുടെ എല്ലാ പ്രോപ്പർട്ടീസും സ്റ്റാക്ക് ഇംപ്ലിമെന്റേഷനിൽ യൂസ് ചെയ്യേണ്ടി വരും. A stack implemented by an array inherits all the properties of arrays. So അവിടെ സൈസ്, arrayയുടെ കേസിൽ സൈസ് പ്രീ ഡിറ്റർമിൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇംപ്ലിമെന്റേഷനെ സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിരിക്കുകയാണ്. ഇതൊരു സ്റ്റാക്ക് ആണ്. ഈ സ്റ്റാക്കില് ഇതൊരു array ആണ്. arrayയുടെ 0th ലൊക്കേഷനിൽ ഒരു വാല്യൂ ഉണ്ട്, ഫസ്റ്റ് ഇൻഡെക്സ് ലൊക്കേഷനിൽ വാല്യൂ ഉണ്ട്, സെക്കൻഡ് ഇൻഡെക്സ് ലൊക്കേഷനിൽ വാല്യൂ ഉണ്ട്, 5th ഇൻഡെക്സ് ലൊക്കേഷൻ വരെ അങ്ങനെ വാല്യൂ ഉണ്ട്.
ഇപ്പോ ഈ ഫിഫ്ത്ത് ഇൻഡെക്സ് ലൊക്കേഷനെയാണ് ടോപ്പ് ഓഫ് സ്റ്റാക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി പുതിയൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അതിനെവിടെയാണ് ഇൻസേർട്ട് ചെയ്യുക? സിക്സ്ത് ഇൻഡെക്സ് ലൊക്കേഷനിലേക്കാണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ടോപ്പ് ഓട്ടോമാറ്റിക്കലി മാറും, ഈ ഇൻഡെക്സ് ലൊക്കേഷനിലേക്ക് ടോപ്പ് മാറും. ഡിലീറ്റ് ചെയ്യുമ്പോഴും ആദ്യം ഡിലീറ്റ് ചെയ്ത എലമെന്റ് ആയിരിക്കും, ടോപ്പ് പൊസിഷനിലുള്ള എലമെന്റ് ആണ് ഫസ്റ്റ് ഡിലീറ്റ് ആക്കുക. അപ്പൊ ഇത് ഒരു സ്റ്റാക്ക് ഇംപ്ലിമെന്റേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ എറേയുടെ ഒരു എക്സാമ്പിൾ ആണ്. ഈ കേസിൽ സൈസ് ഓഫ് എറേ പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും. ബാക്കിയെല്ലാം സ്റ്റാക്ക് പോളിസി, സ്റ്റാക്കിന്റെ ലിഫോ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഐറ്റം ആണ് ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. ഇനി ഹൗ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്റ്റാക്ക് യൂസിങ് എറേ പെർഫോം ചെയ്യാമെന്ന് നോക്കാം. Here there is a limit to number of elements that can be represented by the stack and it depends on size of the array. ഈ പോയിന്റിന്റെ അർത്ഥം എന്താ? ഒരു എറേയുടെ സൈസ് ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ എറേ യൂസ് ചെയ്ത് നമ്മൾ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിലെയും നമ്പർ ഓഫ് ഐറ്റംസ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എറേയുടെ സൈസ് എത്രയാണോ അത്രയും എലമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സ്റ്റാക്കിൽ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ പോയിന്റ് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഇനീഷ്യലി ദ വാല്യൂ ഓഫ് TOS എന്ന് ഉദ്ദേശിക്കുന്നത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് will be set to -1 to denote the fact that stack is empty. ആദ്യം നമ്മൾ ഈ സ്റ്റാക്കിലോട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിലെല്ലാം മുൻപ് ടോപ്പ് ഓഫ് സ്റ്റാക്കിന്റെ വാല്യൂ -1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ടോപ്പ് ഓഫ് സ്റ്റാക്കിന്റെ വാല്യൂ -1 ആണെങ്കിൽ അതിന്റെ അർത്ഥം സ്റ്റാക്ക് എംപ്റ്റി ആണെന്നാണ്. ആ ഒരു സ്റ്റേറ്റിന് അണ്ടർഫ്ലോ സ്റ്റേറ്റ് എന്നാണ് പറയുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഇൻസേർഷൻ ഡെലീഷൻ ഓപ്പറേഷൻ വരുമ്പോൾ വരും. ഇപ്പൊ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. TOSന്റെ ഇനീഷ്യൽ വാല്യൂ -1 ആണ്. അതിന്റെ മീനിങ് എന്താണ്? സ്റ്റാക്ക് എംപ്റ്റി എന്നാണ്. ഇനി സ്റ്റാക്കിലോട്ട് ഓരോ എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യും ഓർ ഇൻസേർട്ട് ചെയ്യും. അപ്പൊ ഈ TOSന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും, 1 by 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ഇത് എത്ര നേരം ഇൻക്രിമെന്റ് ചെയ്ത് പോകാം? ഹയസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഓഫ് എറേ വരെ ഇൻക്രിമെന്റ് ചെയ്ത് പോകാം. അതായത് എറേയുടെ സൈസ് 5 ആണെങ്കിൽ TOSന്റെ ഇനീഷ്യൽ വാല്യൂ -1 ആയിരിക്കും. ഓരോ ഇൻസേർഷൻ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും TOSന്റെ വാല്യൂ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യണം. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോകുമ്പോൾ മാക്സിമം TOSന്റെ വാല്യൂ 4 ആകുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. If an array stack of n elements is used to implement a stack, the value of top can vary from 0 to n-1. And the elements in the stack can be referred by the expression stack of 0, stack of 1, stack of 2, etc. stack of n-1. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന്റെ ഒരു ജനറലൈസ്ഡ് വേർഷൻ ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. n എലമെന്റ്സ് ഉള്ള ഒരു അറേ ആണെങ്കിൽ ടോപ്പിന്റെ വാല്യൂ 0 to n-1 വരെ വേരി ചെയ്യാം. 5 എലമെന്റ്സ് ആണെങ്കിൽ 0 to 4 വരെ, 10 എലമെന്റ്സ് ആണെങ്കിൽ 0 to 9 വരെ. ഇനി അതിലെ ഓരോ എലമെന്റ്സിനെ എങ്ങനെ നമുക്ക് റെഫർ ചെയ്തെടുക്കാം? സ്റ്റാക്ക് ഓഫ് 0, സ്റ്റാക്ക് ഓഫ് 1, സ്റ്റാക്ക് ഓഫ് 2, സ്റ്റാക്ക് ഓഫ് 3, എക്സെട്ര ഇങ്ങനെ പറഞ്ഞിട്ടാണ് റെഫർ ചെയ്യുക. ഓപ്പറേഷൻസ് ഓൺ സ്റ്റാക്ക്. സ്റ്റാക്കിലെ എലമെന്റ്സ് സ്റ്റോർ ചെയ്ത് 2 ബേസിക് ഓപ്പറേഷൻസ് ആണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക. ആൻഡ് ദോസ് ഓപ്പറേഷൻസ് ആർ നോൺ ആസ് പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻസിന്റെ പേരാണ് പുഷ് ഓപ്പറേഷൻ എന്നും പോപ്പ് ഓപ്പറേഷൻ എന്നും. സ്റ്റാക്കിലോട്ട് പുതിയ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സ്റ്റാക്കിൽ നിന്ന് ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. The insertion operation to a stack is called push operation and deletion operation on stack is called pop operation. ഈ ഓപ്പറേഷൻസ് എവിടെ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ?
ടോപ്പ് പൊസിഷനിൽ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫിഗർ നോക്കിയാൽ അറിയാം, ആദ്യം ഒരു എംപ്റ്റി സ്റ്റാക്ക് ആണ്, അതിലേക്ക് ഒരു എലമെന്റ് ആഡ് ചെയ്യുന്നു. ആ ഓപ്പറേഷൻ നമ്മൾ എന്ത് പറയും? പുഷ് ഓപ്പറേഷൻ എന്ന്. വീണ്ടും ഒരു എലമെന്റ് ആഡ് ചെയ്യുന്നു, അതും പുഷ് ഓപ്പറേഷൻ. സ്റ്റാക്കിൽ നിന്ന് ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യണു, ഈ ഒരു ഓപ്പറേഷനെയാണ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് സ്റ്റാക്കിൽ പെർഫോം ചെയ്യാവുന്ന രണ്ട് ഓപ്പറേഷൻസ്, പുഷ് ഓപ്പറേഷൻ ആൻഡ് പോപ്പ് ഓപ്പറേഷൻ. What is push operation? Push operation എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാക്കിലോട്ട് ന്യൂ ഡേറ്റ ഐറ്റം ആഡ് ചെയ്യുന്നു, ആ ഓപ്പറേഷനെയാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സ്റ്റാക്കിലോട്ട് പുതിയ ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ എവിടേക്ക് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? ടോപ്പ് ഓഫ് സ്റ്റാക്കിലോട്ട് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സാമ്പിൾ നോക്കുക. ആദ്യം എംപ്റ്റി സ്റ്റാക്ക് ആണ്, അപ്പോൾ TOS ടോപ്പ് ഓഫ് സ്റ്റാക്കിന്റെ വാല്യൂ -1 ആണ്. ഇനി ഫസ്റ്റ് ഐറ്റം നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്, അപ്പൊ TOS ന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അതായത് TOS ന്റെ വാല്യൂ -1 + 1 എന്താകും? 0 ആകും. അപ്പൊ സ്റ്റാക്ക് ഓഫ് 0ലാണ് ഫസ്റ്റ് ഡേറ്റ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത വാല്യൂ പുഷ് ചെയ്യുമ്പോൾ എഗെയിൻ TOS ന്റെ വാല്യൂ 0 + 1 ആകും. അതായത് TOS ന്റെ വാല്യൂ 1 ആകും. സ്റ്റാക്ക് ഓഫ് 1ലോട്ടാണ് പുതിയ ഐറ്റം ആഡ് ചെയ്യുന്നത്. ഇനിയും പുതിയ ഐറ്റം ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ ന്യൂ ഐറ്റം ആഡ് ചെയ്യുമ്പോഴും TOS ന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. അത് കഴിഞ്ഞ് സ്റ്റാക്കിന്റെ ആ കറസ്പോണ്ടിങ് ലൊക്കേഷനിലേക്കാണ് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുക. സോ ഈ ഓപ്പറേഷനെയാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെ പെർഫോം ചെയ്യാം? അതിന്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ കാണാൻ പോകുന്നത്. 3 ബേസിക് സ്റ്റെപ്സ് ആണുള്ളത്. ആദ്യം എന്ത് ഇൻസേർട്ട് ചെയ്യണം എന്ന് അറിയണം. ആക്സെപ്റ്റ് ദ വാല്യൂ ഇൻ എ വേരിയബിൾ ടു ഇൻസേർട്ട് ഇൻ ടു സ്റ്റാക്ക്. ഏത് ഡേറ്റയാണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ ഡേറ്റയെ ഒരു വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻക്രിമെന്റ് ദ വാല്യൂ ഓഫ് ടോപ്പ് ബൈ 1. ടോപ്പിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? സ്റ്റോർ ദ വാല്യൂ അറ്റ് ദ ടോപ്പ് പൊസിഷൻ. ടോപ്പ് പൊസിഷനിൽ ആ ആക്സെപ്റ്റ് ചെയ്ത വാല്യൂനെ സ്റ്റോർ ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര നേരം നമുക്ക് ഇൻസേർഷൻ പെർഫോം ചെയ്യാം? എറേയുടെ സൈസ് മാക്സിമം ആകുന്നത് വരെ. ആ സ്റ്റാക്ക് ഫുൾ ആകുന്ന ഒരു സിറ്റുവേഷനെയാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. Once the stack is full and if we attempt to insert an item, അതൊരു ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആണ്. സ്റ്റാക്ക് ഫുൾ ആണ്, ഇനി അതിലേക്ക് പുതിയ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ആ സിറ്റുവേഷനെയാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഇനി അതിന്റെ അൽഗോരിതം കാണാൻ, ജനറൽ അൽഗോരിതം. അപ്പൊ ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് TOS ന്റെ വാല്യൂ ആണ്. TOS ന്റെ വാല്യൂ ലെസ് ദാൻ n, അതായത് അറേയുടെ സൈസ് n ആണെങ്കിൽ ലെസ് ദാൻ n ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റാക്കിലോട്ട് പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചെയ്യുന്നത് TOS ന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. സ്റ്റാക്കിന്റെ ആ പുതിയ പൊസിഷൻ, TOS ആണ് പുതിയ ഇൻഡെക്സ് ലൊക്കേഷൻ വരിക, അവിടേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യും. ഇനി സപ്പോസ് ഈ കണ്ടീഷൻ ഫാൾസ് വന്നു എന്ന് കൺസിഡർ ചെയ്ത് TOS ലെസ് ദാൻ n അല്ല, അതിന്റെ അർത്ഥം സ്റ്റാക്ക് ഫുൾ ആണ്. ആ കണ്ടീഷൻ എന്താ പറയുന്നത്? സ്റ്റാക്ക് ഓവർഫ്ലോ എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു ജനറൽ അൽഗോരിതം ടു പെർഫോം പുഷ് ഓപ്പറേഷൻ. അടുത്ത സ്റ്റാക്ക് ഓപ്പറേഷൻ ഏതാണ്? പോപ്പ് ഓപ്പറേഷൻ. പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിൽ നിന്ന് ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യാം. ഇത് എവിടെ നിന്നാണ് ഡിലീറ്റ് ആകുക? ടോപ്പിൽ നിന്നാണ് ഡിലീറ്റ് ആകുക. The process of deleting an element from the top of stack. സ്റ്റാക്കിൽ നിന്ന് ടോപ്പിൽ നിന്ന് ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. After every pop operation, the value of TOS is decremented by 1. ഓരോ പുഷ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? TOS ന്റെ വാല്യൂ നമ്മൾ ഓരോ പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് മുമ്പ് TOS ന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. ബട്ട് ഓരോ പോപ്പ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ TOS ന്റെ വാല്യൂ ഡിക്രിമെന്റ് ആകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. നമുക്കിപ്പോ ഇവിടെ ഡിലീറ്റ് ചെയ്യണം, ഇതിൽ നിന്ന് പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ടോപ്പ് മോസ്റ്റ് എലമെന്റിനെ പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കേസിൽ 56 എന്ന ഐറ്റം ആണ് പോപ്പ് ചെയ്യേണ്ടത്.
അപ്പൊ ഓൾറെഡി TOSന്റെ വാല്യൂ 3 ആയിരുന്നു. അത് ഡിക്രിമെന്റ് ചെയ്യും. പോപ്പ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ എന്തായി മാറും? 2 ആയിട്ട് മാറും. അപ്പൊ ഓരോ പോപ്പ് ഓപ്പറേഷൻ കഴിഞ്ഞാലും ടോപ്പ് ഓഫ് സ്റ്റാക്കിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്ത് പോകും. സ്റ്റെപ്സ് കാണാം അല്ലെ പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന്റെ. What are the steps for pop operation? First step, retrieve the element at top of stack into a variable. സ്റ്റാക്കിന്റെ ടോപ്പിലെ എലമെന്റിനെ ഒരു വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? ഡിക്രിമെന്റ് ദ വാല്യൂ ഓഫ് TOS by 1. TOSന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുക. ഇവിടെ സൈഡിലെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ടോപ്പ് ഇനീഷ്യലി 4 ആയിരുന്നു. ആ വാല്യൂ പോയപ്പോ ടോപ്പ് എന്തായി മാറി? 4 - 1 3 ആയിട്ട് മാറി. ഇനി ഇവിടെ ഒരു സിറ്റുവേഷൻ, അൺഫേവറബിൾ സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനെ സ്റ്റാക്ക് അണ്ടർ ഫ്ലോ എന്നാണ് പറയുക. ഈ സ്റ്റാക്ക് അണ്ടർ ഫ്ലോ മീൻസ് സ്റ്റാക്ക് എംപ്റ്റി ആകുന്ന ഒരു സിറ്റുവേഷനെയാണ് സ്റ്റാക്ക് അണ്ടർ ഫ്ലോ എന്ന് പറയുന്നത്. സ്റ്റാക്ക് എംപ്റ്റി ആകുമ്പോൾ അതിൽ നിന്ന് ഫെർദർ ഡെലീഷൻസ് പറ്റില്ല. അപ്പൊ ആ ഒരു അൺഫേവറബിൾ സിറ്റുവേഷനെയാണ് സ്റ്റാക്ക് അണ്ടർ ഫ്ലോ എന്ന് പറയുന്നത്. ജനറൽ അൽഗോരിതം നോക്കാം. സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ TOS greater than -1 ആണ്. If TOS greater than -1 ആണെങ്കിൽ സ്റ്റാക്കിൽ എലമെന്റ്സ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ടോപ്പ് മോസ്റ്റ് വാല്യൂവിനെ ഒരു വേരിയബിളിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുക. TOSന്റെ വാല്യൂ എന്ത് ചെയ്യുക? ഡിക്രിമെന്റ് ചെയ്യുക. ഇനി TOSന്റെ വാല്യൂ -1 ആണ്. എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിൽ എലമെന്റ്സ് ഒന്നുമില്ല. സോ ദ കണ്ടീഷൻ എന്താണ്? സ്റ്റാക്ക് അണ്ടർ ഫ്ലോ എന്ന കണ്ടീഷൻ ആണ്. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഒരു ജനറൽ അൽഗോരിതം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. C++ൽ ഈ പറഞ്ഞ പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? അതിനുവേണ്ടി TOSഉം Nഉം ഗ്ലോബൽ വേരിയബിൾസ്, ഗ്ലോബൽ വേരിയബിൾ മീൻസ് ഏത് ഫംഗ്ഷനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി പുഷ് ഓപ്പറേഷൻ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിലേക്ക് സ്റ്റാക്കിന്റെ എറേ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഏത് വാല്യൂ ആണോ പുഷ് ചെയ്യേണ്ടത് ആ വാല്യൂവും പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ അൽഗോരിതത്തിൽ പറഞ്ഞ പോലെ നമ്മൾ C++ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുകയാണ്. TOS ലെസ് ദാൻ N ആണെങ്കിൽ സ്റ്റാക്കിലോട്ട് പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഫേവറബിൾ കണ്ടീഷൻ ആണ്. അപ്പൊ TOSന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുക, സ്റ്റാക്കിന്റെ ടോപ്പിലോട്ട് ആ വാല്യൂ ഇൻസേർട്ട് ചെയ്യുക. ഈ കണ്ടീഷൻ അൺഫേവറബിൾ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന കണ്ടീഷൻ ആണ്. അപ്പൊ ആ മെസ്സേജ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് പുഷ് ഓപ്പറേഷന്റെ C++ ഫംഗ്ഷൻ കോഡ്. പോപ്പ് ചെയ്യുമ്പോൾ എഗെയിൻ നമ്മൾ ആ സ്റ്റാക്കിനെയാണ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു വേരിയബിൾ റിട്രീവ് ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ടോപ്പ് ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ സ്റ്റാക്കിൽ എലമെന്റ്സ് ഉണ്ട്, ടോപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം, പോപ്പ് ചെയ്യാം എന്നാണ് അർത്ഥം. അപ്പൊ സ്റ്റാക്കിലെ ടോപ്പിലെ എലമെന്റ് നമ്മൾ എവിടെ റിട്രീവ് ചെയ്യുന്നു? വേരിയബിളിലേക്ക് റിട്രീവ് ചെയ്യുന്നു. അതിനുശേഷം ടോപ്പിന്റെ വാല്യൂ ഒന്ന് ഡിക്രിമെന്റ് ചെയ്യുന്നു. ഇവിടെയും ടോപ്പിന്റെ വാല്യൂ -1 ആണെങ്കിൽ അതിന്റെ അർത്ഥം സ്റ്റാക്ക് എംപ്റ്റി ആണ്. ആ കണ്ടീഷൻ എന്താണ് പറയുക? അണ്ടർഫ്ലോ കണ്ടീഷൻ എന്നാണ് പറയുക. പിന്നെ ഇവിടെ നമ്മൾ ഈ വേരിയബിളിലേക്ക് റിട്രീവ് ചെയ്ത വാല്യൂ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യേണ്ടത്. അതിനാണ് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് C++ ഫംഗ്ഷനാലിറ്റി വെച്ച് എങ്ങനെ സ്റ്റാക്കിന്റെ പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും ഇംപ്ലിമെന്റ് ചെയ്യാം എന്നാണ് പറയുന്നത് ഇവിടെ. Of stack. First application, reverse a string. എന്താ reverse a string എന്ന് പറഞ്ഞ? hello എന്ന string ആണെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയാ വരുന്നത്? HELLO. റിവേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? OLLEH. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നമുക്ക് സ്റ്റാക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഹെലോ എന്നൊരു സ്ട്രിങ്, അതിനെ റിവേഴ്സ് ചെയ്യാൻ ഇത് വളരെ ഈസി ആയിട്ട് പുഷ് ഓപ്പറേഷൻ ആൻഡ് പോപ്പ് ഓപ്പറേഷന്റെ ഹെൽപ്പോടെ പറ്റും. പുഷ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാക്ക് ഹെലോ എന്ന സ്ട്രിങ് ആണ് നമ്മൾ സ്ട്രിങ്ങിനെയാണ് പുഷ് ചെയ്യാൻ പോകുന്നത്. അല്ലെ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആണ് പുഷ് ചെയ്യുക. അപ്പൊ എങ്ങനെയായിരിക്കും പുഷ് ചെയ്യുന്നുണ്ടാവുക? ആദ്യം H പുഷ് ചെയ്യും, പിന്നെ E, പിന്നെ LLO. പോപ്പ് ചെയ്യുമ്പോൾ എവിടെ നിന്ന് ആദ്യം പോപ്പ് ചെയ്യാം? ടോപ്പിൽ നിന്ന്. അപ്പൊ O ആണ് ആദ്യം പോപ്പ് ചെയ്യുക. അപ്പൊ OLLEH റിവേഴ്സ് ഓർഡറിലല്ലേ പോപ്പ് വരിക.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ട്രിങ് റിവേഴ്സ് ആയി പോകും. അടുത്ത ആപ്ലിക്കേഷൻ ക്രിയേറ്റിംഗ് എ പോളിഷ് സ്ട്രിങ്. എന്താ പോളിഷ് സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു a പ്ലസ് ബി എന്ന ഒരു എക്സ്പ്രഷൻ ആണ് കൺസിഡർ ചെയ്യാം. പോളിഷ് സ്ട്രിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പ്ലസ് എ ബി ആണ്. ഇതേപോലെ ഒരു സ്ട്രിങ്ങിനെ ഒരു എക്സ്പ്രഷനെ പോളിഷ് നൊട്ടേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും നമുക്ക് ആരെ യൂസ് ചെയ്യാം? സ്റ്റാക്കിനെ യൂസ് ചെയ്യാം. അടുത്തത് ഇവാലുവേഷൻ ഓഫ് എ പോളിഷ് സ്ട്രിങ്. ഒരു പോളിഷ് സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്റ്റാക്ക് ആണ്. ഈ സ്ട്രിങ്ങിനെ ഇതൊരു റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ ആണ്. ആ റിവേഴ്സ് പോളിഷ് നൊട്ടേഷന് ആദ്യം സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും, പോപ്പ് ചെയ്യും, എലമെന്റ് ബൈ എലമെന്റ് പോപ്പ് ചെയ്യും. അപ്പൊ പോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഇതായിരുന്നു പോളിഷ് സ്ട്രിങ്. ആദ്യം 3 പുഷ് ചെയ്തു, പിന്നെ 10 പുഷ് ചെയ്തു, പിന്നെ 5 പുഷ് ചെയ്തു. അടുത്തത് ആ സ്ട്രിങ്ങിൽ എന്താണ്? ഒരു എരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ്. അപ്പൊ സ്റ്റാക്കിൽ നിന്ന് 2 എലമെന്റ്സ് പോപ്പ് ചെയ്യും. പോപ്പ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ടോപ്പ് മോസ്റ്റ് 2 എലമെന്റ്സ് പോപ്പ് ചെയ്യുമ്പോൾ 5ഉം 10ഉം ആണ് പോപ്പ് ആകുക. 5ഉം 10ഉം പോപ്പ് ചെയ്യും. ഈ പെർട്ടിക്കുലർ എരിത്തമെറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. പെർഫോം ചെയ്യുമ്പോൾ 10 പ്ലസ് 5 15 എന്ന റിസൾട്ട് കിട്ടും. ആ 15നെ വീണ്ടും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. പിന്നത്തതും എന്താണ്? ഒരു ഓപ്പറേറ്റർ ആണ്, എരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ്, വിച്ച് പെർഫോംസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ വീണ്ടും ഒരു ഓപ്പറേറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 എലമെന്റ്സിനെ പോപ്പ് ചെയ്യുന്നു. 15ഉം 3ഉം പോപ്പ് ചെയ്യും. ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇത് 15 into 3. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ആ വാല്യൂവിനെ അഗെയിൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. ഇങ്ങനെ ഈ സ്ട്രിങ്ങിനെ മൊത്തം ഒന്ന് ട്രാവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് സ്റ്റാക്കിൽ എന്ത് വാല്യൂ ആണുള്ളത് അത് പോപ്പ് ചെയ്തെടുത്താൽ ആ എക്സ്പ്രഷന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ പോളിഷ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പോളിഷും റിവേഴ്സ് പോളിഷും ഉണ്ട്. ഇതിനെ ക്രിയേറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്യാം. ഈ വീഡിയോയില് വാട്ട് ഇസ് സ്റ്റാക്ക്, സ്റ്റാക്ക് എങ്ങനെ ഒരു എറേ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം, സ്റ്റാക്കിന്റെ 2 ഓപ്പറേഷൻസ് ആയ പുഷ്, പോപ്പ്, സ്റ്റാക്ക് ആപ്ലിക്കേഷൻസ് ഇത്രയുമാണ് കവർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു.